അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തിന് ആകമാനം സന്മാർഗവും മാർഗോപദേശം നൽകുന്നതിന് വേണ്ടി അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനും ആ വിശുദ്ധ ഖുർആനുമായി മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി അവതരിക്കപ്പെട്ട ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും മനുഷ്യന്റെ സംസ്കരണത്തിന് വേണ്ടിയുള്ള പല വിശ്വാസങ്ങളും ചില നടപടിക്രമങ്ങളും ലോകത്തിന് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യകുലത്തെ ഉപദേശിക്കുന്നതുമായ കാര്യങ്ങളിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്കും മടങ്ങണം എന്നാണ്. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. മടങ്ങുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള ചില നടപടിക്രമങ്ങളിലേക്കും മടങ്ങണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. നടപടിക്രമങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുൻകാലഘട്ടങ്ങളിലെല്ലാം ആശാരിമാർ അവരുടെ ഉളിയുടെ മേളിലാണ് തടി കൊണ്ടടിക്കുന്നതെങ്കിൽ ഇന്നും ആശാരിമാർ ആ ഉളിയുടെ മേളിൽ തന്നെയാണ് തടി കൊണ്ട് അടിക്കുന്നത്. എന്നതുപോലെ നമസ്കാരവും ഇതേപോലെ ഒരു നടപടിക്രമമാണ്. ഈ നടപടിക്രമത്തിൽ യാതൊരു മാറ്റവും കാണുവാൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. ഖുർആനിലും സുന്നത്തിലും യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്കും നിങ്ങൾ മടങ്ങണം എന്ന് അള്ളാഹു കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ സുന്നത്തിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് വ്യക്തമായി മനസ്സിലാകാത്തത് കൊണ്ടാണോ അതേ മനസ്സിലായിട്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് 3 നേര നമസ്കാരമാണ് ലഭിക്കുന്നത് എന്നും എന്നാൽ 5 നേര നമസ്കാരം വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞൊരു പുതിയ ആശയം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമസ്കാരത്തെ ഇഷ്ടപ്പെടാതെയും നമസ്കരിക്കാൻ മടിയുള്ള ആളുകൾ അത്തരം ആളുകൾക്ക് ഇതൊരു അവസരമായിക്കൊണ്ട് അതിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ കുറെ ആളുകൾ അത്തരം ആശയങ്ങൾ സ്വീകരിക്കുകയും ഈ ആശയത്തിന്റെ കൂടെ കൂടിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വാസ്തവം തന്നെയാണ്. വിശുദ്ധ ഖുർആനെ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്നുള്ള കാര്യത്തിൽ ലോകത്താർക്കും തന്നെ എതിരൊരു അഭിപ്രായമില്ലാത്ത ഒരു കാര്യമാണ്. ആ സത്യാത്മാവ് നിരന്തര പ്രവർത്തനം മുഖേന വിശുദ്ധ ഖുർആന്റെ പാഠം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ആർക്കും തന്നെ അവഗണിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലം മുതൽ ഇന്ന് വരെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഫർള് നമസ്കാരം 5 എന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹം വിശ്വസിക്കുകയും പ്രവൃത്തി മുഖേന അത് തെളിയിച്ചു കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ 5 നേര നമസ്കാരം എന്നുള്ളത്. ഇതിന്റെ പ്രധാനമായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ആ വിശ്വാസികളും അതേപോലെ തന്നെ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ളത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യവും. ഇനി ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ പോലും ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ നബിയും ശിഷ്യഗണങ്ങളും നമസ്കരിച്ചത് 5 നേരമാണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും തന്നെ ആ കാര്യത്തിൽ എതിരഭിപ്രായമില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇനി ബുഖാരിയും മുസ്ലിമും നോക്കിയാണ് മുസ്ലിങ്ങൾ 5 നേരം നമസ്കാരമാക്കിയതെന്ന് പറയുന്ന ഇത്തരം ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 നേരം നമസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകളായിരുന്നു ആദ്യകാല വിശ്വാസികൾ എന്നാണല്ലോ ഇവർ പറയുന്നത്. പിന്നീട് ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി അവർ എഴുതിയ അവരുടെ ഹദീസുകൾ കണ്ടതിന് ശേഷമാണ് 5 നേരമാക്കിയത് എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും തന്നെ എന്തെങ്കിലും ഒരു തെളിവോ ഒരു സൂചനയെങ്കിലും നൽകുവാൻ
ഇവർക്ക് സാധിക്കുമോ? ഏത് കാര്യത്തിൽ? 3 നേരം നമസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുസ്ലിമിലും ബുഖാരിയിലും നോക്കിക്കൊണ്ടാണ് നമസ്കാരം 3 എന്നുള്ളത് 5 നേരമാക്കി നീട്ടിയത് എന്നതിന് ഏതെങ്കിലും ഒരു സൂചനയെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ? ഒരു സാധ്യവുമല്ല. വെറും വാക്കുകൾ പറയുക എന്നല്ലാതെ യാതൊരു തെളിവും ഇവരുടെ പക്കലില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ബുഖാരിയും മുസ്ലിമും യഹൂദന്റെ ഹദീസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊടുന്നനെ 5 നേരമാക്കി മാറ്റി എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ആഗോള അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ 3 നേരം നമസ്കരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന സമയത്ത് അത് 5 നേരമാക്കി മാറ്റി എന്നതിന് ഏതെങ്കിലും ഒരു തെളിവ് ഇവർ സമർപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു തെളിവുകൾ സമർപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അപ്പൊ അതിനർത്ഥം ഈ ഉള്ള ഒരു യഥാർത്ഥമായ കാര്യത്തെ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വെറും വാക്കുകൾ മാത്രം അറബ് പണ്ഡിതനാണെന്ന വ്യാജേന പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം, 4 ഖലീഫമാരുടെ ജീവിതം, ആദി മുസ്ലിങ്ങളിൽ കഴിഞ്ഞ പരമ്പര ഇവയെല്ലാം ചരിത്ര സാക്ഷ്യങ്ങളാൽ തെളിയിക്കുന്നവയാകയാൽ അത് ബുദ്ധിജീവികൾക്ക് നിഷേധിക്കാനാകുമോ എന്നുകൂടി ഇത്തരം ആളുകളോട് ചോദിക്കേണ്ടതാണ്. പരമ്പരയായി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ബുദ്ധിജീവികൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നതാണോ? ഇനി വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ശാസിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനുസൃതമായി പ്രവർത്തിച്ചിട്ടുള്ളതുമായ ആരാധന കർമ്മത്തിനാണ് നാം മലയാളത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാത്തും മിൻ റബ്ബിഹിം വറഹ്മത്തുൻ, അവരുടെ നാദങ്ങളിൽ നിന്നുള്ള സ്വലാത്തുകളും കാരുണ്യവും ഉണ്ടായിട്ടുള്ളവരാണ് അവരത്രയെന്ന്. വീണ്ടും വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായത്തിലെ 104-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നീ അവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുക, നിന്റെ സ്വലാത്ത് അവർക്ക് ആശ്വാസകരമാണ് എന്ന്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു, സത്യവിശ്വാസികളെ നിങ്ങളും അപ്രകാരം ചൊല്ലുവിൻ എന്ന്. ഇവിടെ സലാത്ത് എന്ന പദത്തിന് നമസ്കാരം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, രക്ഷ എന്നുള്ള അർത്ഥമുണ്ട്, സമാധാനം എന്നുള്ള അർത്ഥമുണ്ട്. ചില ആളുകൾ ഖുർആൻ തഫ്സീറുകളിൽ രക്ഷയും സമാധാനവും എന്നുള്ള 2 അർത്ഥവും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ രക്ഷയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും ഈ പ്രപഞ്ചവുമായി അള്ളാഹു നിയമിച്ചിട്ടുണ്ട്. ആ നിയമം അള്ളാഹു നടപ്പിലാക്കിയിട്ടുണ്ട്. മലക്കുകൾ എന്ന് പറയുന്നത് അവൻ കൽപ്പിക്കുന്നത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണെങ്കിൽ, അള്ളാഹു ആ ഒരു നിയമം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സമയോചിതമായി ആ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മലക്കുകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുക അഥവാ രക്ഷയ്ക്കുള്ള മാർഗമൊരുക്കുക എന്നുള്ളത്. ഉദാഹരണമായി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകണമെന്ന് അള്ളാഹുവിന്റെ നിയമമാണ്, അല്ലെങ്കിൽ അള്ളാഹു അത് ഉദ്ദേശിച്ചതാണ്. എന്നാൽ മദീനയിൽ നിന്ന് ഒരു സമയത്ത് തിരിച്ചു വരുമ്പോൾ മക്ക വിജയം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഉണ്ടാകണമെന്നുമുള്ളതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മദീനയിൽ എത്തുന്നിടം വരെയുള്ള രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ മലക്കുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു. മദീനയിൽ അദ്ദേഹം ഇസ്ലാമിന്റെ വിജയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ മലക്കുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വിജയശ്രീ ലാളിതനായി വരുന്നതിനും
അവിടെ ഒരു ഭരണം സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ മലക്കുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. സത്യവിശ്വാസികളെ നിങ്ങളും അപ്രകാരം ചെയ്യുവൻ എന്ന് പറയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകുന്ന മാർഗം ഒന്ന് ഭൗതികമായ ചില മാർഗങ്ങൾ, രണ്ടാമത് ആത്മീയമായി ഈ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ഈ മാർഗങ്ങളിൽ സഹാബികളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുയായി വൃന്ദം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്തവരോട് കൽപ്പിച്ചോ കൽപ്പിച്ചതുപോലെ അവർ ചെയ്തിരുന്നു. അള്ളാഹ് കൽപ്പിച്ചത് മലക്കുകൾ ചെയ്യുന്നത് പോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൽപ്പിച്ചത് സഹാബകളും ചെയ്തുകൊണ്ടിരുന്നു. ഉദാഹരണമായി ഒരു യുദ്ധത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരെ വന്ന അമ്പുകൾ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം കൊണ്ട് തടുക്കുകയുണ്ടായി. അങ്ങനെ ഒരു അമ്മിന് കുത്താനുള്ള സ്ഥലം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരമാസകലം അമ്പുകൾ തറച്ചു. എങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശരീരത്തിൽ ഒരു അമ്പ് പോലും തറക്കരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇതേപോലെയാണ് സഹാബികൾ രക്ഷയായി നിന്നിട്ടുണ്ട്, അഥവാ കവചമായി നിന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കാരവും മറ്റ് ആരാധനകളും ഏത് പ്രകാരം അനുഷ്ഠിച്ച് കാണിച്ചോ അതേ പ്രകാരം അതും അവർ അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഇതേപോലെ മക്കയിലേക്ക് എത്തുകയും മക്കയിൽ ആ വിജയം നേടുകയും ചെയ്യുന്നതിന് അള്ളാഹ് അതിനുള്ള മാർഗം ചെയ്തു വെച്ചു. മലക്കുകൾ സമയാന്തരങ്ങളിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു. സത്യവിശ്വാസികളായ ആ സഹാബികളും അതനുസരിച്ച് അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ അതിന് വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരും ചെയ്തുകൊണ്ടിരുന്നു. സലാത്ത് എന്ന പദത്തിന് ദുആ, ദിക്ർ എന്നുള്ള അർത്ഥങ്ങളുമുണ്ട്. സലാത്ത് എന്ന പദം ഖിയാം, റുക്കൂ, സുജൂദ്, ഖുഊദ് എന്നും അതിനർത്ഥങ്ങളുണ്ട്. ഇവിടെ ചില ആളുകൾ നമസ്കാരം 3 നേരമാണ് എന്ന് പറയുന്ന ആളുകൾ അവരുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സ്വലാത്ത് എന്ന പദത്തിന് നമസ്കാരം എന്നല്ല അർത്ഥം എന്ന് പറയാറുണ്ട്. അത്തരം ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ നമസ്കാരം 3 നേരമാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ 3 നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞതിന് ഏത് പദമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എടുത്ത് മുമ്പോട്ട് വെക്കേണ്ടതാണ്. അതിന് സലാത്ത് എന്നല്ലാതെ മറ്റൊരു പദവും എടുത്ത് മുമ്പോട്ട് വെക്കാൻ നിങ്ങളുടെ പക്കൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ 5 നേരം നമസ്കാരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്ത് ബഖറയിലെ 329 അല്ലെങ്കിൽ 328 വചനത്തിൽ അള്ളാഹ് വളരെ വ്യക്തമായി 5 നേര നമസ്കാരത്തെ പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ്. ഈ ഒരു ആയത്തിനെ ഗണ്ണിക്കാൻ ഒരു 3 നേര നമസ്കാര വാദികൾക്കും സാധിക്കുകയില്ല. നമസ്കാരം എന്ന് പറഞ്ഞത് ആശയത്തിലാണ് എന്ന് പറയുന്നവർക്കും ഒരിക്കലും സാധിക്കുകയില്ല. ഈ ആശയത്തിലാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെല്ലാം ആശയവായനക്കാരായിട്ടാണ് വരുന്നത്. അത്തരം ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാം ആശയത്തിലാണെങ്കിൽ അവരെ സംബന്ധിച്ച് റസൂൽ എന്ന് പറഞ്ഞത് നിങ്ങളിൽ ഒരു റസൂൽ ഉണ്ട്. അതേപോലെ ഖുർആൻ എന്ന് പറഞ്ഞത് മറ്റൊരു ഖുർആനുണ്ട്. എന്നാൽ അള്ളാഹ് എന്ന് പറഞ്ഞത് നമ്മളിലൊരു അള്ളാഹ് ഉണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞത് നമ്മളിലൊരു ഖുർആനുണ്ട്. ഇതൊക്കെ ചുരുട്ടിക്കെട്ടി എവിടെങ്കിലും മട്ടത്ത് കൊണ്ട് വെച്ചിട്ട് വേറെ വല്ല പണിയും നോക്കുന്നതല്ലേ നല്ലത്? എല്ലാം ആശയത്തിലാണെങ്കിൽ അവന് തോന്നുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ പോരെ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വിമർശനം എന്നുള്ള നിലയിലല്ലാതെ, ഒരു വിമർശിക്കുക എന്നുള്ളതല്ലാതെ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യായമോ ഇല്ലാത്ത വാദങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 5 നേര നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലയിൽ പ്രതിപാദിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 128 വചനം, ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമൂ ലില്ലാഹി ഖാനിതീൻ.
ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നു, നമസ്കാരങ്ങളെയും മധ്യ നമസ്കാരത്തെയും നിങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുവിൻ, ഭയഭക്തിയുള്ളവരായി അള്ളാഹുവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുവിൻ. ഇവിടെ നമസ്കാരങ്ങളെയും മധ്യ നമസ്കാരത്തെയും എന്ന് പറയുമ്പോൾ അറബ് ഭാഷാ നിയമമനുസരിച്ച് ഒരു കാര്യത്തെ ബഹുവചനത്തിൽ പറയണമെങ്കിൽ അതിന് മൂന്നോ അതിലധികമോ ഉള്ള കാര്യത്തെ മാത്രമേ ബഹുവചനമായി അറബ് ഭാഷയിൽ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ രണ്ടു പേരാണെങ്കിലും അവർ എന്ന് ബഹുവചനത്തിൽ പറയും. പക്ഷെ അറബ് ഭാഷയിൽ നിയമമനുസരിച്ച് അവർ എന്ന് പറയണമെങ്കിൽ അത് 3 പേരോ അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടായിരിക്കണം. ഈ നിയമമനുസരിച്ച് നമസ്കാരങ്ങളെയും മധ്യ നമസ്കാരത്തെയും എന്ന് പറയുമ്പോൾ ഇവിടെ നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞത് ഇവർ പറയുന്നത് പോലെ 3 ആണെങ്കിൽ അതിന് മധ്യ നമസ്കാരം എന്ന് പറഞ്ഞൊരു മധ്യ നമസ്കാരം അതിന്റെ നടുവിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ അവിടെ ഒരു മധ്യ നമസ്കാരം ലഭിക്കുകയില്ല. കാരണം അപ്പുറത്ത് 2 ഇപ്പുറത്ത് 2 അങ്ങനെ 4 നേരമാണ് ലഭിക്കുക. അപ്പോൾ അവിടെ മധ്യ നമസ്കാരം ലഭിക്കുകയില്ല. എന്നാൽ മധ്യ നമസ്കാരം ലഭിക്കണമെങ്കിൽ 4 നേര നമസ്കാരത്തിന്റെ നടുവിൽ ഒരു നമസ്കാരം കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് അവിടെ അപ്പുറത്ത് 2 ഇപ്പുറത്ത് 2 നടുവിലൊന്നും നമുക്ക് ലഭിക്കുക. എന്നാൽ ഇതിനെ നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് 6 നേരമാക്കാം, 10 നേരമാക്കാം, ബഹുവചനത്തിൽ അങ്ങനെയും പറയാം. പക്ഷേ 6 നേരമാണ് എന്നുള്ളൊരു വാദം ലോകത്തിൽ ആർക്കും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്തരം വാദങ്ങൾ ഇവിടെ എടുക്കുന്നില്ല. അപ്പോൾ നമസ്കാരങ്ങളെയും മധ്യ നമസ്കാരത്തെയും എന്ന് പറയുമ്പോൾ ഈ 3 നേര വാദികളുടെ വാദമനുസരിച്ച് നമസ്കാരങ്ങളെയും എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും തന്നെ 5 നേരമല്ലാതെ 4 നേരം ലഭിക്കുകയില്ല. മാത്രവുമല്ല അവിടെ 6 നേരം എന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു വാദവും ആർക്കുമില്ല. അപ്പോൾ ഇവിടെ 3 നേരമാണോ 5 നേരമാണോ എന്നുള്ള തർക്കത്തിൽ ഈ ആയത്തിൽ നിന്ന് 3 നേരമാണ് ലഭിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമസ്കാരങ്ങളെയും മധ്യ നമസ്കാരത്തെയും അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമസ്കാരങ്ങൾ എന്ന് പറയണമെങ്കിൽ തന്നെ 3 വേണം. പിന്നെ മധ്യ നമസ്കാരം കൊണ്ടുവന്ന് എവിടെയാണ് വെക്കുക? അപ്പോൾ ഈ 3 നേര നമസ്കാരവാദികൾ നമസ്കാരങ്ങളെയും എന്ന് പറഞ്ഞതിനെ നമുക്ക് ഈ 3 നേരം എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പോയി ഒരു മധ്യ നമസ്കാരത്തെ കൂടെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവെക്കും? എവിടെങ്കിലും വെച്ചാൽ അത് മധ്യ നമസ്കാരമായി മാറുമോ? അപ്പോൾ ഇവിടെ 5 നേര നമസ്കാരമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിൽ ഖണ്ഡിതമായി നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആനിൽ 5 നേര നമസ്കാരമുണ്ട് എന്ന് പറയുന്നതിന് ഇതിലും വ്യക്തമായ ആയത്തുകൾ യാതൊരു ആവശ്യവും ഇവിടെ ഉദിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ വേറെയും ആയത്തുകളിലൂടെ 5 നേര